എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? ഇന്നത്തെ ദിവസം ഇതുവരെയും എല്ലാം ഓക്കെ ആയിട്ടല്ലേ പോകുന്നത്? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, ഇന്നലെ നമ്മൾ ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സണ് ചുറ്റുമുള്ളവർക്ക് അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കാം. കാരണം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരാളെ തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയണ്ടേ? അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ചെറിയ റീഡിംഗ് ആണ്, പെട്ടെന്ന് തന്നെ നോക്കി പറയാം കേട്ടോ. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ രാശികൾ ഞാൻ പറയുന്നുണ്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. Divine, please guide. I want to know about my viewer's person. What is the opinion of people around them about this person? എൻ്റെ വ്യൂവേഴ്സിന് പേഴ്സണെ പറ്റിയിട്ട് അവർക്ക് ചുറ്റിനുമുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു പീപ്പിൾ തിങ്ക് അബൌട്ട് മൈ വ്യൂവേഴ്സ് പേഴ്സൺ? വാട്ട് ഈസ് ദർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പേഴ്സൺ? ഒരു റൗണ്ടോടെ ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ, എടുക്കുകയാണ്. കെൽറ്റിക് അല്ല കേട്ടോ, നോർമലാണ്. ഹൈ പ്രീസ്റ്റസ്. ആഹാ. 3 of Pentacles, 5 of Pentacles, King of Swords, 7 of Cups, Hierophant, King of Pentacles, 3 of Swords and 2 of Pentacles. ഓക്കെ, രാശികൾ ആദ്യം തന്നെ പറയാം. നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് തന്നെ പൈസസ്, മീനരാശിക്കാർ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്നുണ്ട്. ടോറസ് രാശി, അതേപോലെ ഇത് ടോറസ് പറയുമ്പോൾ ഋഷഭ രാശി, ഇടവം രാശി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പിന്നെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. എല്ലാ ഇതും തന്നെ ഉണ്ട് അല്ലേ? വോൺസും ഉണ്ടോ? നമുക്ക് വോൺസ് ഇല്ല, വോൺസ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാരോ അവരുടെ ഫ്രണ്ട്സോ ഒക്കെ പറയണ്ടാവും ഇവർ 24 മണിക്കൂറും ടാരോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന്. ഒരുപാട് ടാരോ കാണുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ എനർജിയും ആവാം കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത് നിങ്ങളിൽ ത്രൂ ആണ്. അപ്പോൾ അങ്ങനെയും ആയിരിക്കാം. ഇവർ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇത് നല്ലതായാലും ചീത്തയായാലും പെട്ടെന്ന് ഓർത്ത് പറയുന്ന ഒരാൾക്കാരൊക്കെയാണ് ഇവർ. ഓക്കെ, അതേപോലെ ഭയങ്കര ഹൈ മോറൽ ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതായത് വഴി വിട്ട ഒരു കാര്യം അവർ ചെയ്യില്ല. ആരും പറ്റിക്കാനോ അങ്ങനെയൊന്നും അവർക്ക് സാധിക്കില്ല. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട്, അതുപോലെ ഇത്തിരി കരുണാഭാവമൊക്കെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരിക്കണം. അതേപോലെ ഓക്കൾട്ട് റിലേറ്റഡ് പ്രാക്ടീസസിൽ താല്പര്യമുള്ള, ആസ്ട്രോളജി, ടാരോ അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നതോ പ്രാക്ടീസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരൊരു ടാരോ റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ആസ്ട്രോളജിക്കൽ, അതായത് ജ്യോത്സ്യപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്, ദൈവവുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെയാണ് ചുറ്റുമുള്ളവരുടെ ഇവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം. 3 of Pentacles വെച്ചിട്ട് ഇവരൊരു ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലായിരിക്കും ഇവരെപ്പോഴും. ആ ടീമിന് ഇവരെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഇവരൊരു ടീം ലീഡർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇൻറ്റീരിയർ ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ബിൽഡിങ്ങുമായിട്ട് കെട്ടിടങ്ങളുമായിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രബലമായിട്ട് ഇടപെടുന്ന ഒരാളാണ് ഇവർ. ഓക്കെ, മറ്റുള്ളവർ ഇവർ പറയുന്നത് കേൾക്കും. ഓക്കെ, ഇവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ ഇവർ കറക്റ്റായിട്ട് പറയും എന്ന് മറ്റുള്ളവർക്ക് ഇവരെ പറ്റിയിട്ട് അഭിപ്രായമുണ്ട്.
5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ അറ്റ് പ്രസൻറ്റ് ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇവരുടെ കാലിനൊക്കെ ഒരു പരിക്ക് പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ആയിട്ട് ഇവർ ഒന്ന് റെസ്റ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ പറ്റിയിട്ടുണ്ടായിരിക്കും, ഒരു വീഴ്ചയോ ആക്സിഡൻറ്റോ ആയിട്ട് കാലിന് എന്തോ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർക്കിപ്പോൾ ഫൈനാൻഷ്യലി കുറച്ച് ടെൻഷൻ ഉണ്ട് എന്നും കാണുന്നുണ്ട്. പൊതുവേ തന്നെ കുറച്ച് കടങ്ങളോ ഒക്കെ ഉണ്ട്, അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ വറി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അവരാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും അവിടെ കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ ചെയ്യും. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. വൈസ് 5 ഓഫ് പെൻറ്റക്കിൾസ് ചെയ്യാം. എന്താണ് ഈ കാര്യത്തിൽ അവരുടെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായം ഇവരെ പറ്റിയിട്ട്? ഓക്കെ, സൺ ആൻഡ് ദ ഓക്കെ, സൺ ആൻഡ് ദ സ്ട്രെങ്ത്. സണ്ണും സ്ട്രെങ്ത്തും വരുമ്പോൾ ഇത് എസ്പെഷ്യലി ചിങ്ങ രാശിക്കാർക്ക് ഉള്ളതാണ്. ലിയോ രാശിക്കാരാണ് പ്രബലമായിട്ട്, കാരണം 2 കാർഡും ലിയോ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവര് ക്ഷമയോടെ അവർക്ക് ആ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ വന്നതായിരിക്കാം, ഇപ്പോൾ പ്രസന്റ് ഉള്ളതായിരിക്കാം, പാസ്റ്റിൽ വന്നതായിരിക്കാമേ. എന്ത് സിറ്റുവേഷൻ ആയാലും ഇവരത് വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് അതിനെ ഒരു അറ്റം എത്തിച്ചു. ഓക്കെ, അത് ഇവർക്ക് ആ കഴിവുണ്ട്. ഇവർ ഏറ്റവും ക്ഷമാശീലമുള്ള ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് എന്ത് സിറ്റുവേഷൻ വന്നാലും ആടിപ്പോവാത്ത ധൈര്യമുള്ള ആളാണ് എന്നും ആൾക്കാർ ഇവരെ പറ്റി പറയുന്നുണ്ട്. ഇവരുടെ വീട്ടുകാരാവാം, നാട്ടുകാരാവാം. ഓക്കെ, കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഇവർ സ്വല്പം ഈഗോ ഒക്കെ ഉള്ള ആളാണ്. ദേഷ്യക്കാരനോ ദേഷ്യക്കാരിയോ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇവരുടെ അടുത്ത് പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഓക്കെ, ഹെഡ് ഓവർ ഹാർട്ട് എന്ന് പറയില്ലേ, അതായത് ബുദ്ധി കൊണ്ടാണ് കൂടുതലും ചിന്തിക്കുന്നത്, ഹൃദയം അവിടെ സെക്കൻഡേ വരുന്നുള്ളൂ. ഓക്കെ, ഭയങ്കര ഡിസിപ്ലിനാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്. അതായത് 9 മണിക്ക് ഭക്ഷണം കഴിക്കുക, 1 മണിക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഉള്ള ഒരു ചിട്ടയില്ലേ, അത്രയും ചിട്ടയായിട്ട് ജീവിക്കുന്ന ആളായിരിക്കണം കേട്ടോ. ഓണസ്റ്റ് ആണ്, അതായത് ആരെയും പറ്റിക്കൊന്നുമില്ല, അവരെ ആർക്കും പറ്റിക്കാനും പറ്റില്ല, ഇവരാരെയും അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയില്ല. ഓക്കെ, ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ്. ഈഗോ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവർ ഒരു സോറി ഒന്നും അത്ര വേഗം പറയില്ല എന്നാണ് ഇവരുടെ ചുറ്റുമുള്ളവർ ഇവരെ പറ്റി പറയുന്നത്. അത് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. ലിബ്ര, ജമിനി, അക്വേറിയസ് ആണ് കേട്ടോ. തുലാം, മിഥുനം, കുംഭം. ജോലിയിലൊക്കെ വളരെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അറ്റ് പ്രസൻറ്റ് അവർ ജോലിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഫാമിലീനെ അത്രയും തന്നെ കെയർ ചെയ്യുന്നവരാണ്. ഇവരെ കണ്ടാൽ വളരെ സീരിയസ് ആയിട്ട് തോന്നും, പക്ഷെ ഇവരുടെ അടുത്ത് എല്ലാവർക്കും റെസ്പെക്റ്റാണ്. ഓക്കെ, വീട്ടിൽ പ്രായമായവരുണ്ടായിരിക്കും, അവരെയും കുഞ്ഞുങ്ങളെയും അവരുടെ പെറ്റ്സിനെ ഉൾപ്പെടെ എല്ലാവരെയും തന്നെ വളരെ കെയർ ചെയ്ത് പോകുന്ന ഒരാളാണ്. പക്ഷെ പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവർ വിചാരിക്കുന്നത് ഇവരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, ഇവർ പറയുന്ന പ്രകാരം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ചിന്തകൾ ഇവർക്കിങ്ങനെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഡെത്ത് ആൻഡ് ദ സ്റ്റാർ. ഓക്കെ, അതായത് ഇവർക്കൊരു വിഷ് ഫുൾഫിൽമെന്റ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഇവര് ഒരു പുതിയ തുടക്കം എവിടെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി എന്തോ ഇവർക്ക് കൈ വന്നിട്ടുണ്ട്. അതൊരു പുതിയ തുടക്കമാണ് ഇവരുടെ ലൈഫിൽ. അതൊരു നല്ല ബിഗിനിങ് ആണ് ഇവർക്ക് കൊടുത്തിരിക്കുക. ഒരു പക്ഷേ ഒരു പുതിയ ജോലിയിലൊക്കെ കയറി കാണണം, അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞതായിരിക്കും. ഓക്കെ, അതായത് ആ വന്ന് കയറിയ കുട്ടി അവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും ഇവർ ആൾക്കാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്കൊരു ന്യൂ ബിഗിനിങ്, ജോബിലോ എന്തെങ്കിലും രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ വീട് വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ കയറിയിരിക്കാം, ഒരു പുതിയ കല്യാണം കഴിച്ചിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ആ ഒരു ന്യൂ ബിഗിനിങ് ഇവർക്ക് വളരെ നല്ലതാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവരുടെ ചുറ്റിനുള്ളവർ പറയുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. പ്ലീസ് ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. Clarify the hierophant.
നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 8 ഓഫ് സ്വാർഡ്സ്. ഇവര് വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇവരുടെ കുടുംബത്തിനെ വളരെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഇവരുടെ റിലീജിയസ് കാര്യങ്ങൾ, അതേപോലെ എന്താ പറയുക, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്ന ഒരാളാണ്. ജാതി, മതം, ഇതെന്താണ് കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. അതിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, മാരീഡ് പേഴ്സൺ ആണ്. കുടുംബത്തിനെ വളരെ കെയർ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് ഇവരെ പറ്റി അഭിപ്രായമുണ്ട്. ഈ ഒരു റെസ്ട്രിക്ഷനിൽ പെട്ട് കിടക്കുകയാണ് ഇവർ. അതായത് നാട്ടുകാർ ഒക്കെ ഇവരെ പറ്റിയുള്ള ഇമേജ് ഇതാണ്, ഇവരിങ്ങനെയൊക്കെയാണ്, ഇവർ വളരെ ഹൈ ലെവലിൽ ജീവിക്കുന്നവരാണ്, ഇവരിങ്ങനെ റിലീജിയസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉള്ളവരാണ് എന്നൊക്കെയുള്ള ബോധം നാട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് മനസ്സിലുണ്ട്. അത് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടാണ് അവർക്ക് അവിടെ വരുന്നത്. കാരണം ഇവരുടെ മനസ്സനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഈ റെസ്ട്രിക്ഷൻസ് ഇവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഇപ്പം നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, ഇതൊക്കെയാണ്, ഇവരിങ്ങനെ ജീവിക്കുന്നവരാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഓക്കെ, ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്. ഈ ചിന്തകളൊക്കെയാണ് നമുക്ക് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഇവർ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഇവരെ പറ്റിയിട്ട്. ഇവരുടെ ഫാമിലിയിലൊക്കെ ഇവരെ ഏറ്റവും ഉയർന്ന ലെവലിലായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. ഞാൻ ഇതിൻ്റെ രാശി പറഞ്ഞില്ലല്ലോ. ഹെയറോഫൻ്റ് വെച്ചിട്ട് ടോറസ് ആണ്, ഋഷഭരാശി. അതേപോലെ സ്വാർട്സ് വന്നിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, പെൻഡക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഇവിടെ പെൻഡക്കിൾസ് ആണ്, ഋഷഭം, കന്നി, മകരം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഇതുപോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഫൈനാൻസസിനെ കുറിച്ച് വളരെ ബോധമുള്ള ഒരാളാണ്. ഓക്കെ, അതേപോലെ വളരെ റെസ്പോൺസിബിളാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാറുമുണ്ട്. ഓക്കെ, സേവ് ചെയ്യേണ്ടവിടെ സേവ് ചെയ്യാറുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാറുമുണ്ട് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, clarify king of pentacles. Clarify king of pentacles please. ഓക്കെ, ഇവര് ഉള്ളിൽ ഒരുപാട് പാഷനേറ്റ് ആണ് കേട്ടോ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, യാത്ര ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ ജീവിത സാഹചര്യം മൂലം, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഇവർ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും അവരോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ളൊരു ലൈഫ് അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ ഇവർ പോയിട്ടുണ്ട്. ഒന്നുകിൽ ഒരു സെപ്പറേഷൻ, ഒരു എക്സ്, ഒരു മാരേജിൽ ഡിവോഴ്സ് ആവുക, അങ്ങനത്തെ എന്തോ ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 9 ഓഫ് സ്വാർഡ്സ്. അതിനെ പ്രതി വളരെ ടെൻസ്ഡും ആണ്. 4 ഓഫ് കപ്സ്. ഒരു വളരെ മിസ്സിങ് എനർജിയിൽ, ഒരു വളരെ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് ഒരു മിസ്സിങ് എനർജിയിലാണ് എപ്പോഴും. ഇവർക്ക് ഉറക്കമില്ല, സ്ട്രെസ്സാണ്. കാര്യം ഇവരുടെ ലൈഫിൽ നിന്ന് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഇവർക്ക് ചുറ്റിനുള്ള എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് കര കയറാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ക്ലാരിഫൈ 2 ഓഫ് പെൻഡക്കിൾസ്. ഇവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റില്ല. ഇത് വേണോ അത് വേണോ എന്ന് ചോദിച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. Devil, 3 of wands.
ഇത് തന്നെയാണ്, ഒബ്സസീവ് തോട്ട്സ് ആണ്. 3 ഓഫ് വോൺസ് പറയുമ്പോൾ പ്ലാനിങ് തീരുകയില്ല ഇവരുടെ. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്, അതാണ് ഇവിടെ പ്രശ്നം. മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ആണ്, ഒരു കാര്യത്തിലല്ല ശ്രദ്ധ, ഡിസ്ട്രാക്ഷൻസ് ആണ്. ഓക്കെ, അതേപോലെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, കാരണം ഈ കൺഫ്യൂഷൻ വരുമ്പോൾ പോയി ഒരു സിഗരറ്റ് വലിക്കുക, അങ്ങനത്തെ ഒബ്സസീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതേപോലെ ടീ, കോഫി, ഈവൻ അതും ആയിരിക്കാം കേട്ടോ. സ്ട്രെസ് വരുമ്പോൾ ഒരു ചായ കുടിക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഡ്രിങ്കിങ് ഉണ്ടായിരിക്കും, ആൽക്കഹോൾ, സ്ട്രെസ് കൂടുമ്പോൾ പോയി ആൽക്കഹോൾ കഴിക്കുക, അങ്ങനത്തെ ഇതുണ്ട്. ഈ ചിന്തകൾ ഭയങ്കരമായിട്ട്, പ്ലാനിങ് ഭയങ്കരമാണ് ജീവിതത്തിൽ. പ്ലാൻ ചെയ്യുകയേ ഉള്ളൂ, തീരുമാനം എത്തില്ല. ഒരു പ്ലാൻ പകുതിയാവുമ്പോൾ അടുത്ത പ്ലാനിലേക്ക് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താൽ എങ്ങനെ പറ്റും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ പറ്റും, ഈ കൺഫ്യൂഷനിൽ തന്നെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഫൈനലൈസേഷൻ കാര്യത്തിന് എത്താൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ആൾക്കാർ ആണ് എന്ന് ഈ കൂട്ടർ പറയുന്നുണ്ട്. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് കാപ്രിക്കോൺ മകര രാശിക്കാരായിരിക്കണം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം ഏകദേശം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഗിവ് മീ 2 or 3 more cards ഡിവൈൻ. കുറച്ചുകൂടെ അറിയാം ഇവരെ പറ്റിയിട്ട്. ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എപ്പോഴും. ചിന്തകൾക്ക് ഒരു അവസാനമില്ലാത്ത ആൾക്കാരാണ് മീനരാശിക്കാരാണ് പൈസസ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഏത് സിറ്റുവേഷനിൽ സ്റ്റക്ക്, അത് ഇവർ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ലാസ്റ്റ് നോക്കിയില്ലേ, ആ ഗ്രൂപ്പുകാർ തന്നെയാണ് ഇത്. 1 more card പ്ലീസ്. ടെമ്പറൻസ്. ഇവർ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് സ്പിരിച്വൽ ആയിട്ടൊക്കെ ഇൻക്ലിനേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബാലൻസിൽ എത്തണമെന്ന് ഇവർ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. കുറച്ച് ഇമോഷണൽ ആൾക്കാരാണ്, കുറച്ച് കൂടുതൽ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ബാലൻസിൽ എത്താൻ ഇവർ കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. സ്പിരിച്വലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഫൈനാൻസസിനെ പറ്റി വളരെ ബോധേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, ഇമോഷണൽ ആണ്, വർക്കിംഗ് ആണ്, വർക്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ്, എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുമാണ്. ഓക്കെ, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒരുപാട് കെയറും സ്നേഹവും കൊടുത്ത് ചേർത്ത് നിർത്തുന്ന ഒരാളുമാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള പൊതുവേ ഉള്ള അഭിപ്രായം. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് തുലാരാശിയാണ്, ലിബ്ര, പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, കപ്സ് വന്നിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. റിലേറ്റഡ് നമ്പേഴ്സ് ഞാൻ പറയാം. നമ്പർ 2, നമ്പർ 3, 8, 19, 5, 12, 10, 4, 9, 3, 5, 13, 17, 7, 3, 15, 2. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള നമ്പേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എൻ്റെ ലിങ്ക്. ഓക്കെ, നിങ്ങളും ഞാനും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കൂടുതൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.